ആരാടി ബോയ്ഫ്രണ്ടാ? അമ്മ. ആ പറ അമ്മ. ഒന്നുമില്ല, ചെറിയൊരു പനി. ആ കണ്ടു, ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. കഴിക്കുന്നുണ്ട് അമ്മേ. പറ്റില്ല, എനിക്ക് എക്സാം ഉണ്ട്. പേടിക്കണ്ട ആന്റി, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ആ ഓക്കെ, ബൈ ബൈ. വാ വല്ലതും കഴിക്കാം. ഈ സമയത്ത് തീറ്റയാണോടാ? ഇച്ചിരി താടാ. ഹലോ. ആ ഇതാ വരുന്നു. ഗീതയ്ക്ക് സുഖമില്ലെന്ന് ഒരു ഫ്രണ്ടാ വിളിച്ചത്. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാ. എവിടേക്കാ ബോസ്? ഹോസ്റ്റലിലേക്കാ? ഞാനും വരുന്നുണ്ട്. 2 ദിവസമായി ഗീതയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞില്ലേ? ആ വണ്ടി വിട്, പോവാം. എടുത്തോ. എന്താ ബോസ് പറഞ്ഞ വിശ്വാസമായില്ലേ? അണ്ണ ധൈര്യമായിട്ട് പൊയ്ക്കോ, നമ്മൾ തന്നെ ജയിക്കും. ബൈ. താങ്ക്സ് ബോസ്. ഗീതയെ കാണാൻ പോകുന്ന എങ്ങനെയാന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ ഭാഗ്യത്തിന് ബോസ് ലിഫ്റ്റ് തന്നത്. എന്തിനാ ബോസ് ഇവിടെ നിർത്തിയത്? ഓ ഫ്രൂട്ട്സ് വാങ്ങിക്കാനാ? ബോസ് നമുക്ക് ഇത്ര ഫോർമാലിറ്റീസ് വേണോ? ഓ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഗീതയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലോ? ഓക്കെ. ഇനി അങ്ങനെ പ്രോബ്ലം വേണ്ട. ഫ്രൂട്ട്സ് ഏട്ടാ 2 കിലോ ആപ്പിൾ പാക്ക് ചെയ്തോ. അതിന്റെ ആവശ്യമില്ല. ക്യാൻസൽ. ഗീത, നിന്റെ ലവേഴ്സ് വന്നടേ. Come on. No. അയ്യോ. ഇനി ഒന്നുകൂടി. Come on. ഇനി ആരാ? വാ. ഹായ് അജയ്. ഹായ് ഗീത, ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? മെഡിസിൻ സമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? 2-3 ദിവസം റെസ്റ്റ് ചെയ്യണം. ക്ലാസ് മിസ്സാവുന്നതിൽ വിഷമിക്കേ വേണ്ട. നോട്ട്സ് എല്ലാം ഞാൻ എഴുതരാം. എന്തിനാ നിക്കുന്നേ? വാ ഇങ്ങോട്ട് ഇരിക്കേ. കുറച്ച് ഓവറായി പോയില്ലേ? കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഭാവം കണ്ട വലിയ ലവേഴ്സ് എന്നാ. കയ്യും വീശി വന്നിരിക്കുന്നു. കാശൊന്നും ഇല്ലായിരുന്നോ കയ്യില്? കുറച്ച് ഫ്രൂട്ട്സ് എങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നുണ്ട് ശാന്തി. Tablets, morning, evening. Tonic, daily 2 times. Competition, boss, competition. നീ എന്നെ ചീറ്റ് ചെയ്തു അല്ലേ? ഞാൻ ചീറ്റ് ചെയ്തില്ല ബോസ്. നീ ഒന്നും വാങ്ങാതെ ഒന്നും എന്റെ കുഴപ്പം കൊണ്ടാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആപ്പിൾ വാങ്ങാൻ. എന്റെ ബോസ്, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? കമോൺ ഗേൾസ്, എല്ലാവരും വരൂ. അവർ സ്വസ്ഥമായി സംസാരിക്കട്ടെ. അജയ് ഗീതയോട് സംസാരിച്ചോളൂ. ഞങ്ങൾ അപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, കമോൺ ഗേൾസ്, വരൂ. നോക്കിക്കല്ലേ, വാ. നീ എങ്ങോട്ടാ? ഈ ഫ്രൂട്ട്സ് കണ്ടില്ലേ? എടുത്തോണ്ടേ ഗീതയുടെ മുറിയിൽ വെക്കേ. അവൻ എന്താ വിചാരിച്ചേ? എന്നെ തോൽപ്പിച്ചു കളയാന്നോ? ഒക്കെ നീ കാരണം. ആദ്യമേ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത്രയ്ക്ക് വരുമായിരുന്നോ? ഇപ്പൊ തന്നെ അവൻ ചാടി വണ്ടി കയറി. എതിർത്താ പറയും വിശ്വാസം ഇല്ലായ്മെന്ന്. ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്ര പ്രാവശ്യം പറഞ്ഞു അവൻ അകറ്റി നിർത്തണമെന്ന്? നിനക്ക് എന്തിനാ അവന്റെ ഫ്രണ്ട്ഷിപ്പ്? ഓൾറെഡി ഐ ടോൾഡ് യു. ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാ. അവനെ കൊണ്ട് എനിക്ക് തീരെ സ്വസ്ഥത ഇല്ലാതിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വൈകിട്ടല്ല. ഞാൻ വീണ്ടും പറയുക, ഇതൊന്നും മേലിൽ ആവർത്തിക്കരുത്. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കല്ലേ. ഇത്തവണ ഞാൻ കൂടുതൽ സിൻസിയറാ. ഈ 3 കളിൽ ഏതെങ്കിലും ഒന്നാ കപ്പിൽ വീണ എന്റെ ലവ് സക്സസ്, ഇല്ലെങ്കിൽ ഫെയിൽ. ഓക്കെ? ഒരു സെക്കൻഡ് ആര്യ, എന്താടാ? ഈ പ്രേമം സക്സസ് ആക്കണേ ഈശ്വരാ. ജസ്റ്റ് മിസ്ഡ്. ആര്യ, വഴിയുണ്ട്. എന്ത്? കപ്പിൽ കല്ല് വീണില്ലെങ്കിൽ പ്രേമം സക്സസ് എന്ന് വിചാരിച്ചുകൊണ്ടൊന്ന് ഇട്ട് നോക്ക്. ഈ ഐഡിയ നേരത്തെ പറയാൻ എന്താ? ഓക്കെ, പ്രൊസീഡ്. ഐഡിയ കഷ്ടമുണ്ടായിരിയ.
കപ്പി നോക്കി എറിഞ്ഞപ്പോ കല്ല് താഴെ വീണു, താഴെ നോക്കി എറിഞ്ഞപ്പോ കല്ല് കപ്പി വീണു. ഇതൊന്നും എന്റെ കുഴപ്പം കൊണ്ടല്ലോ. നിനക്കൊരു കാര്യം അറിയോ? എന്താ? ഞാൻ അപ്പൊ ആലോചിച്ചത് നിന്റെ പ്രേമത്തെ കുറിച്ചായിരുന്നു. അത് ചീറ്റി മോനെ. അയ്യോ എന്റെ ഈശ്വരാ, ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടല്ലോ. ആ ആര്യ കാരണം നമുക്കൊന്ന് സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല. നീയാണെങ്കിൽ ലൈബ്രറിയും ക്ലാസ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പാർക്കി വരാൻ പറഞ്ഞത്. ഇവിടെ ആകുമ്പോൾ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. കറക്റ്റാ ബോസ്, ഇവിടെ ആവുമ്പോ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ദാ പിടിപിടി. പിടിക്ക്. ഛേ. ഏയ് ഏയ് എന്താടാ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു? ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ബോസ്. ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പിന്നെ എന്താ ഇത്? നോക്ക് ബോസ്, പ്രേമം സത്യമാണെങ്കിൽ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഡിസ്റ്റർബ് ചെയ്താൽ അത് നശിക്കാനും പോകുന്നില്ല. പ്രേമം ഒരു മഹാകാവ്യമാണ്. ഈ പ്രപഞ്ചം നമുക്കായി നൽകിയ ദിവ്യ വികാരം. പ്രേമിക്കുന്നവർ സ്വയം മറക്കണം. ഈ പ്രപഞ്ചം തന്നെ മറന്നുകൊണ്ട് പ്രേമിക്കണം. അയ്യോ, നിങ്ങൾക്ക് പ്രേമിക്കാനേ അറിയില്ല. കമോൺ കമോൺ, ഇവിടെ ചേർന്നിരിക്കേ. രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കണം. കോൺസെൻട്രേറ്റ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒന്നും നിങ്ങൾ അറിയുന്നേയില്ല. കാറ്റിന്റെ ശബ്ദവും ഈ പുഴയുടെ ഓളവും ആ ഫ്ലൈറ്റിന്റെ സൗണ്ട് പോലും അറിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ പ്രേമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്ത് തന്നെ ഇല്ല. ഇവരവിടെ പോയി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, നോ പ്രോബ്ലം. ഹാപ്പി വാലന്റൈൻസ് ഡേ. എനിക്കും ഒരു ഗേൾ ഫ്രണ്ട് വേണമെടാ. എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണം. ഹാപ്പി വാലന്റൈൻസ് ഡേ. എവിടെ നോക്കിയാലും ആ കഴുതയുടെ മരമൊന്നേ ഉള്ളൂ. ഇതായിരിക്കുന്നു. എന്തിനാ ആദ്യം നിങ്ങൾ ഇന്ന് ശത്രുവായി കാണുന്നത്? ഹി ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ. എന്തും വെട്ടി തുറന്നു പറയും, അത്രേ ഉള്ളൂ. എന്താ അവന്റെ പ്രേമം മനസ്സിൽ തന്നെ വെച്ചിട്ട് നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ടല്ലേ പെരുമാറാറ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയോ? നിങ്ങൾക്കും അവനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കണ്ടൂടെ? ഹായ് അജയ്, ഹൗ ആർ യു മാൻ? യോ യോ യോ. എത്ര നാളാണ് നിന്നെ ഒന്ന് കണ്ടിട്ട്? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരുമെന്ന്. മീറ്റ് മൈ ഗേൾ ഫ്രണ്ട് റോസി. ഹലോ. ഹായ്. പറ്റടാ. എന്താടാ അവനിരിക്കുന്നുണ്ടാ? ഓ, വൺ സൈഡ് ലവർ ആര്യ. അവനെ പേടിച്ചിട്ടാണോ? വാടാ. ഞാനില്ല. അവൻ വലിയ ഡിസ്റ്റർബൻസ്. എന്ത് ഡിസ്റ്റർബൻസ്? നമ്മളായിരിക്കണം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് അളിയാ നീ അവനെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യ. എന്താണോ നോക്കുന്നേ? ഇതുവരെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഇനി ഒരുത്തനും ഇവിടെ കളിക്കില്ല. നീ ചെല്ലടാ, അങ്ങോട്ട് ചെല്ലടാ. ഗോ മാൻ. ബോസ്, ബോസ് നിങ്ങൾ എന്നെ ഐ കാൻറ്റ് ബിലീവ്. ഡിസ്റ്റർബ് ചെയ്തല്ലേ? നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനാ ബോസ്? ബോസ് ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഗീത, ഹായ്. ബോസ്, ഗീത എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നല്ലേ? താങ്ക് യു വെരി മച്ച് ബോസ്. അയ്യോ, പറയാൻ മറന്നുപോയി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗീത. അവരെല്ലാം കൂടെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്ക് മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങാം. ജസ്റ്റ് എസ്കേപ്പ്. എന്ത് പറയുന്നു? ഹായ് ഹായ്. ഞങ്ങൾ ഒന്നായി, അറിഞ്ഞില്ലേ? എടാ ഞങ്ങൾ ഒന്നായടാ. ഇരിക്കേ, ഇരിക്കുന്നത് പ്ലീസ്. കമോൺ. അജയ്, ഒരു മിനിറ്റ്. എപ്പോഴും ബോസല്ലേ ഗീത എടുത്തിരിക്കുന്നേ. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്നും ഇരിക്കട്ടെ. എന്താ ബോസ്? ഗീത ഇരിക്കേ. താങ്ക് യു ബോസ്. ഈ സന്തോഷം പങ്കിടാൻ എല്ലാവർക്കും എന്റെ വക ഐസ്ക്രീം. ബെറർ What you want, sir? വൺ വാനില. സ്ട്രോബെറി. എനിക്ക് സ്ട്രോബെറി. ബട്ടർ സ്കോച്ച്. റാസ്ബെറി. ചോക്ലേറ്റ്. അപ്പൊ എനിക്കും ചോക്ലേറ്റ്. ചോക്ലേറ്റ് ക്യാൻസൽ, വാനില. ഏയ് അതെന്താടി, നിനക്ക് ചോക്ലേറ്റ് അല്ലേ ഇഷ്ടം? തൽക്കാലം ഞാൻ എന്റെ ഇഷ്ടം മാറ്റി. അത് കറക്റ്റ്. ഇഷ്ടങ്ങൾ മാറി വേണം തന്നെയാ എന്റെ ആഗ്രഹം. ശരിയാക്കി തരാം മോനെ. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ ലവിന്റെ കാര്യത്തിൽ അത് വേണ്ട. എങ്ങനെയുണ്ടാ? മിക്കവാറും ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടി. ഈ 2 വിരലിൽ ഏതെങ്കിലും ഒന്നി തൊട്ടെ. നിക്ക്. ഓ നോ. നിന്റെ ഫ്രാങ്ക്നെസ് എനിക്ക് ഇഷ്ടമായി. ഇനി വല്ല തൊട്ടെ. യെസ്, മൈ ലവ് സക്സസ്, മൈ ലവ് സക്സസ്, മൈ ലവ് സക്സസ്. എന്തോന്ന് ലവ് സക്സസ്? നിന്റെ ലവ് എപ്പോഴേ ഫെയിൽ അല്ലടാ. ഈ ജന്മത്തിൽ നിന്നെ ആരും പ്രേമിക്കില്ല, പിന്നെ കിടന്നോട്ട് ലവ് സക്സസ്. യു ആർ റൈറ്റ് ബോസ്. ഇവിടേക്ക് നോക്ക്. ഇവർ തമ്മിൽ പിരിഞ്ഞാലോ? അതെ ബോസ്, എത്രയോ പേര് അങ്ങനെ വേർപിരിയുന്നത്. ഇന്ന് വാലന്റൈൻസ് ഡേയാ. നോക്ക്, എത്ര ജോഡികൾ അത് ഹാപ്പി ആയിട്ട് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഇതേ വാലന്റൈൻസ് ഡേക്ക് ഇവർ ഇതേ ലവേഴ്സിനെ കൊണ്ട് വരുന്ന ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കൊല്ലം നീ റാണിയെ കൊണ്ടുവന്നു, ഈ പ്രാവശ്യം റോസി ആയില്ലേ? You cheat. റോസി, റോസി പ്ലീസ്. റോസി, ഇവൻ വെറുതെ കള്ളം പറയാ. Sorry. റോസി, നിക്ക്. റോസി,
ബോസേ, ഓ, please. നിനക്ക് ഞാൻ ഇതിന് വെച്ചിട്ടുണ്ട്. അവൻ തന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്താ ആര്യ ഇത്? വെറുതെ അവരെ പിരിക്കുന്ന കാര്യം ഉണ്ടായിരുന്നോ? നീയും പ്രേമിക്കുന്നവനല്ലേ? നോക്ക് ശാന്തി, ഞാൻ പ്രേമത്തിന്റെ വിശുദ്ധിയിൽ വിശ്വസിക്കുന്നു. പ്രേമം അഭിനയിക്കാനുള്ളതല്ല, അത് ഉള്ളിന്നുണ്ടാവണം, പിടിച്ചു വാങ്ങേണ്ടതുമല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ബോസ് എന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ താഴേക്ക് ചാടുന്നു പറഞ്ഞ് ഇവൾ കൊണ്ട് ഐ ലവ് യു പറയിച്ചില്ലേ? കണ്ടില്ലേ ശാന്തി, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. ഏയ്, അജയ് ഏയ്